ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആഷ്നാസ് ഫിസിക്സ് ക്ലാസ്. അപ്പോൾ 6th ചാപ്റ്റർ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടി ചിലവഴിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിച്ച് പഠിക്കേണ്ട ആവശ്യകതയില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. Focus area: dispersion of light, recombination of colors, formation of rainbow, persistence of vision, scattering of light, relation between wavelength of colors and scattering. Dispersion of light എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നോക്കൂ, നമ്മൾ ടോർച്ച് ലൈറ്റ് എടുത്ത് അടിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് തിരിച്ച് കിട്ടിയ കളറുകളായിട്ടാണ്, അതായത് വിബ്ജിയോർ. നമ്മൾ അടിച്ച ഇതിന് ധവള പ്രകാശം അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് ആയിരുന്നു ഉള്ളത്. സൺലൈറ്റ് ഒക്കെ വൈറ്റ് ലൈറ്റ് ആണ്. അപ്പം ഈ വൈറ്റ് ലൈറ്റ് എന്തായിട്ട് മാറിയിട്ടുണ്ട്? വിബ്ജിയോർ, പലതരത്തിലുള്ള മഴവില് പോലെയുള്ള കളറായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഒരു സ്ഫടികത്തിന്, അതായത് പ്രിസത്തിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ പലതരത്തിലുള്ള നിറങ്ങളായിട്ട് നമ്മൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനെയാണ് ഡിസ്പേഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ലൈറ്റ് ശരിക്കും ടോർച്ച് അടിച്ചാൽ ഇവിടെ കണ്ടില്ലേ, ഒരു ഡോട്ട് ആയിട്ട് ഒരു ലൈൻ കൊടുത്തിട്ടില്ലേ, ആ ലൈനിൻ്റെ നേരെ കൂടെയാണ് ശരിക്കും ലൈറ്റ് പോവേണ്ടത്. പക്ഷേ ഇവിടെ ഒന്ന് ഡീവിയേറ്റ് ആയി, കുറച്ചൊന്ന് ചെരിഞ്ഞിട്ട് എന്തായി, റെഡ് വയലറ്റ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് റെഡിന് കുറച്ച് ഡീവിയേഷനും ഏറ്റവും കൂടുതൽ കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ള വയലറ്റിന് എന്താണ് ഡീവിയേഷൻ കൂടുതലായിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള കളേഴ്സൊക്കെ എന്താ വേവ് ലെങ്ത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് വിബ്ജിയോർ എന്നുള്ള ഒരു ഓർഡറിലാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഇൻഡിഗോ, വയലറ്റ്, അതായത് വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണെങ്കിൽ വയലറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റെഡ് വരെയാണ്. വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ റെഡ് മുതൽ വയലറ്റ് വരെയുള്ള ആ ഒരു ഓർഡറിലാണ് വരിക. അപ്പോൾ ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കുക. ഈ ഒരു പിക്ചറും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് കളർ ഡീവിയേറ്റ് ദ മോസ്റ്റ്? വയലറ്റ്. വിച്ച് കളർ ഡീവിയേറ്റ് ലീസ്റ്റ്? റെഡ് കളർ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് മേ ബി ദ റീസൺ ബിഹൈൻഡ് ദിസ് ഡിഫറൻസസ് ഇൻ ഡീവിയേഷൻ, ഡിഫറൻസസ് ഇൻ വേവ് ലെങ്ത്? അതായത് ഓരോ കളറിനും മേച്ച് ചെയ്യുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത്, ഓരോ കളറിൻ്റെയും വേവ് ലെങ്ത് എന്ന് പറയുന്നത് വളരെയധികം ഡിഫറൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ഡീവിയേഷൻ സംഭവിക്കുമ്പോൾ അതിലൊരു ഡിഫറൻസ് വരണം. അതായത് റെഡിന് സംഭവിച്ച അതേ ഡീവിയേഷൻ അല്ല വയലറ്റിന് സംഭവിക്കുന്നത്. അതേപോലെ മറ്റ് കളറുകൾക്കൊക്കെ സംഭവിക്കുന്ന ഡീവിയേഷൻസ് വ്യത്യാസമുണ്ട്. അതെന്തിനെ അടിസ്ഥാനമായിരിക്കും? ഡിഫറൻസസ് ഇൻ വേവ് ലെങ്ത്, വേവ് ലെങ്തിനെ അപേക്ഷിച്ചായിരിക്കും കേട്ടോ. വാട്ട് ഈസ് ദിസ് ഫിനോമിനോൺ? എക്സ്പ്ലെയിൻ. ഈ ഒരു ഫിനോമിനോണിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. Dispersion is the phenomenon of splitting up of composite light into its constituent colors. അതായത് കോമ്പോസിറ്റ് കളർ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ലൈറ്റ്, അതായത് വൈറ്റ് ലൈറ്റ് ആണ് കേട്ടോ. ആ വൈറ്റ് ലൈറ്റിനെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കളേഴ്സ്, ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ദ റെഗുലർ അറേ ഓഫ് കളേഴ്സ് ഫോംഡ് ബൈ ഡിസ്പേർഷൻ ഈസ് ദി വിസിബിൾ സ്പെക്ട്രം. അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സ്പെക്ട്രത്തെയാണ് നമ്മൾ വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. അതായത് റെഗുലർ അറേ ഓഫ് കളേഴ്സ് എന്ന് പറയാൻ എന്താ കാരണം? വേവ് ലെങ്ത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു അറേ ഓഫ് കളേഴ്സ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിബ്ജിയോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ കളേഴ്സ് ഫോം ചെയ്തിട്ട് ഒരു അറേ ഓഫ് കളേഴ്സ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന അറേ ഓഫ് കളേഴ്സിനെയാണ് നമ്മൾ വേവ് ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടുള്ള അറേ ഓഫ് കളേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. Any light that is composed of more than one color is a composite light. ഓക്കെ, ഏതെങ്കിലും ലൈറ്റ് ആയിക്കോട്ടെ, ഒന്നോ രണ്ടോ കളറുകൾ കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. എനി ലൈറ്റ് ദാറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് മോർ ദാൻ വൺ കളർ ഈസ് കോമ്പോസിറ്റ് ലൈറ്റ്. റെഡും വയലറ്റും കൂടി ചേർന്നാലും അതൊരു കോമ്പോസിറ്റ് ലൈറ്റ് ആണ്. അതേപോലെ പലതരത്തിലുള്ള കളേഴ്സുകൾ, ഒന്നിൽ കൂടുതൽ കളേഴ്സുകൾ കൂടി ചേർന്നാൽ അതിനെ കോമ്പോസിറ്റ് ലൈറ്റ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? സൺലൈറ്റ്. വിച്ച് കളർ ഹാസ് ദി ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്? വയലറ്റ്. വയലറ്റ് ഹാവ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിന് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഉള്ളതിനെയാണ് വയലറ്റ് എന്ന് പറയുന്നത്. വിച്ച് വൺ ഹാസ് ദി ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്? ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ സാധിക്കുന്ന, ഡിസ്റ്റൻസിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന കളറാണ് റെഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെഡ് കളറിലാണ് നമ്മൾ സിഗ്നൽസ് ഒക്കെ കൊടുക്കുന്നത്. ഈ ട്രെയിനിനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ റെഡ് കളറുള്ള തൂവാലയോ എന്തെങ്കിലുമൊക്കെയാണ് കാണിക്കുന്നത്. റെഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്താണ്? ഒരു
സിഗ്നലിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അതിന് ലാർജസ്റ്റ് വേവ് ലെങ്ത്, ഹൈ വേവ് ലെങ്ത് ആയതുകൊണ്ട് തന്നെ, ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ആയതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധിക്കുന്നതായിരിക്കും. When light passes through the prism as the wavelength increases, how does the deviation changes? When the wavelength of the color decreases, the deviation increases. When the wavelength of the color increases, the deviation decreases. ഇത് ഓപ്പോസിറ്റ് റിലേഷൻ ആട്ടോ. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയാണ് ചെയ്യുക. മനസ്സിലായല്ലോ. അടുത്തത് റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? Pass white light through a prism and obtain the constituent colors on a screen. A prism similar to the first is placed in inverted position adjacent to the first. ഇതേപോലെ ഫസ്റ്റ് പ്രിസത്തിന് അഡ്ജസൻ്റ് ആയിട്ട് സെക്കൻഡ് പ്രിസം വെക്കുക. എന്നിട്ട് എന്താ, ഒരു വൈറ്റ് ലൈറ്റ് നമ്മൾ കൊടുക്കുന്നു, അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ 2 or 3 എത്രയാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അത്രയും കളേഴ്സ് നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും. അത് വീണ്ടും നമ്മൾ മറ്റൊരു പ്രിസത്തിൽ കൂടെ കടത്തി വിടുമ്പോൾ തിരിച്ചിട്ട് നമ്മൾ കൊടുത്ത പ്രകാശം തന്നെ, കൊടുത്ത ലൈറ്റ് തന്നെ നമ്മൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും കേട്ടോ. What happened to the light when it passed through the first prism? The white light separate into its component colors. Composite colors ആയിട്ട് white light split ആവുന്നു. What happened when it passed through the second one? എന്താണ് രണ്ടാമത്തെ പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന് വരുന്ന മാറ്റം? The color formed in the first prism recombined to form white light. അതായത് ഫസ്റ്റ് പ്രിസത്തിലൂടെ കടന്നു വന്നപ്പോൾ ഉണ്ടായ കളേഴ്സ് റീകോമ്പിനേഷൻ നടത്തി, അതായത് റിക്കമ്പൈൻ ചെയ്തു, കൂടി ചേർന്നിട്ട് എന്തായി, വൈറ്റ് ലൈറ്റ് ആയിട്ട് വീണ്ടും വൈറ്റ് ലൈറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്തിരിക്കുന്നത്. Formation of rainbow. When is the rainbow formed? In the morning and in the evening. ഈവനിങ്ങും മോർണിംഗും മാത്രമേ റെയിൻബോ ഫോം ചെയ്യുള്ളൂ. Where will be the sun when the rainbow is seen in the east? ഈസ്റ്റിലാണ് റെയിൻബോ എങ്കിൽ സൺ എവിടെയായിരിക്കും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെസ്റ്റിലായിരിക്കും. അതുപോലെ തന്നെ നേരെ തിരിച്ച് സണ്ണ് എന്താണ്, എവിടെയായിരിക്കും? റെയിൻബോ വെസ്റ്റിലായിരിക്കുമ്പോൾ ഈസ്റ്റിലായിരിക്കും കേട്ടോ. അത് ഓപ്പോസിറ്റ് ആയിട്ടാണ്, മനസ്സിലാവണം, മറന്നുപോയത്. What is the phenomenon that caused rainbow? Dispersion of light caused by the water droplet in the atmosphere causes rainbow. അതായത് അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അവിടെ ഡിസ്പേഷൻ നടക്കുന്നത് കൊണ്ടാണ്, അങ്ങനെയാണ് ഒരു റെയിൻബോ ഫോം ചെയ്യുന്നത്. The figure shows a ray of sunlight falls obliquely on a water drop. How many times does a ray of light undergo refraction when it passes through a water droplet? ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിലൂടെ കടന്നു പോകുമ്പോൾ എത്രമാത്രം സമയമാണ് അത് ഒരു റിഫ്രാക്ഷന് വിധേയമാകുന്നത്? ദ ലൈറ്റ് അണ്ടർഗോ 2 times റിഫ്രാക്ഷൻ ഇൻ ദ വാട്ടർ ഡ്രോപ്ലെറ്റ്. വാട്ടർ ഡ്രോപ്ലെറ്റിലേക്ക് കടക്കുമ്പോൾ എന്താണ്, 2 തവണ അതിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഒന്ന് വായുവിൽ നിന്നും, അതായത് എയറിൽ നിന്നും വാട്ടർ ഡ്രോപ്ലെറ്റിലേക്ക് കടക്കുമ്പോൾ ഒരു റിഫ്രാക്ഷനും, അതേപോലെ തന്നെ രണ്ടാമത്തത് എന്ന് പറയുന്നത് വാട്ടർ ഡ്രോപ്ലെറ്റിൽ നിന്നും തിരിച്ച് എയറിലോട്ട് കടക്കുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഉള്ള ഒരു റിഫ്രാക്ഷനും. അങ്ങനെ 2 റിഫ്രാക്ഷനാണ് ഈ ഒരു ലൈറ്റ് വാട്ടർ മോളിക്യൂളിൻ്റെ ഉള്ളിൽ അണ്ടർഗോ ചെയ്യുന്നത് കേട്ടോ. വാട്ട് അബൌട്ട് ദ ഇന്റേണൽ റിഫ്ലക്ഷൻ? എന്താണ് ഇന്റേണൽ റിഫ്ലക്ഷൻ? എത്ര തവണയാണ് നടത്തുന്നത്? ഉള്ളിൽ എത്രമാത്രം റിഫ്ലക്ഷൻ നടന്നിട്ടുണ്ട്? 1 തവണ മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് റിഫ്ലക്ഷൻ നടന്നത്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കണ്ടാൽ മനസ്സിലാവും. വാട്ട് ഈസ് ദ കളർ സീൻ അറ്റ് ദി അപ്പർ എഡ്ജ് ഓഫ് ദ റെയിൻബോ? അപ്പർ എഡ്ജ് ഓഫ് ദ റെയിൻബോയിൽ ഏത് കളറാണ് കാണുന്നത്? റെഡ് കളറാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഏറ്റവും പുറമേ, അതായത് പുറം ഭാഗത്ത് കാണുന്നത് എന്താണ്? റെഡ് ആണ് അല്ലേ. വാട്ട് ഈസ് ദ കളർ സീൻ അറ്റ് ദ ലോവർ എഡ്ജ്? ലോവർ എഡ്ജിൽ ഏതാ കാണുന്നത്? വയലറ്റ് ആണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ പഠിച്ചു വെക്കുക കേട്ടോ, വരച്ചു വെക്കുക. അപ്പോൾ ഇത്രയും ആൻസർ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം മറന്നു പോയത് 2 റിഫ്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്, ഒരു എന്താണ് ഇന്റേണൽ റിഫ്ലക്ഷനുമാണ് സംഭവിക്കുന്നത്. How the rainbow is formed? Sunlight, when it passes through water droplet, undergoes refraction and internal reflection. The light ray emerging from the water droplet, which make the same angle with the line of vision, have the same color. These droplets appear in the form of an arc of particular color. Thus, there is red color at the upper edge and violet color at the lower edge. All the other colors are seen in between depending on their wavelength. അതായത് ഒരു ആർക്ക് പോലെയാണ് ഇത് ഇങ്ങനെ കാണപ്പെടുന്നത് അല്ലേ. ആദ്യം എന്താണ്, വയലറ്റ് കാണാം, ഏറ്റവും താഴെ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, റെഡ്, യെല്ലോ, അങ്ങനെ എന്താ വിബ്ജിയോ എന്നുള്ള ആ ഒരു ഇതിൽ വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആർക്ക്, ലൈറ്റ് ആർക്ക് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് റെയിൻബോ ഫോം ചെയ്യുന്നത്. റെയിൻബോ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ ഉള്ളിൽ 2 times റിഫ്രാക്ഷനും ഒരു ഇന്റേണൽ റിഫ്ലക്ഷനും നടന്നിട്ടാണ് ഇതേപോലെ എന്തുണ്ടാവുന്നത്? റെയിൻബോ ഉണ്ടാവുന്നത് കേട്ടോ.
When the position of sun is near the horizon, the rainbow appears to the bigger. റെയിൻബോ ബിഗ്ഗർ ആയിട്ട് തോന്നുന്നത് എപ്പോഴാണ്? സണ്ണ് ഹൊറൈസണിലായിരിക്കുമ്പോൾ. വെൻ സീൻ ഫ്രം എൻ എയറോപ്ലെയിൻ ദ റെയിൻബോ ഈസ് സീൻ ആസ് എ സർക്കിൾ. നമ്മൾ മേലെ പോയിട്ട് എന്താണ്, എയറോപ്ലെയിന് താഴേക്ക് നോക്കുമ്പോൾ എന്താണ്, ഒരു സർക്കിളായിട്ടാണ് നമ്മൾക്ക് റെയിൻബോ കാണാൻ സാധിക്കുന്നത്. വെൻ ദ സൺ ഈസ് മച്ച് എബോവ് ദ ഹൊറൈസൺ ദ റെയിൻബോ ഡിസപ്പിയേഴ്സ്. ഹൊറൈസണിൻ്റെ മേലെയാണ് സണ്ണ് ഉള്ളതെങ്കിൽ അവിടെ എന്തായിരിക്കും, റെയിൻബോ കാണാൻ സാധിക്കില്ല. മനസ്സിലായല്ലോ? ഇനി പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ an object is viewed by a person, its image remains in the retina of the eye for a time interval of 0.0625 സെക്കൻഡ്. അതായത് 1/16 സെക്കൻഡ് ആഫ്റ്റർ സീയിങ് ഇറ്റ്. നമ്മൾ ഏതൊരു വസ്തുവിനെ കണ്ടാലും ഒരു 1/16 സെക്കൻഡ് അല്ലെങ്കിൽ 0.0625 സെക്കൻഡ് സമയത്തേക്ക് ആ ഒരു വിഷൻ നമ്മൾ എന്താണോ കണ്ടത് അത് നമ്മുടെ റെറ്റിനയിൽ ഇങ്ങനെ എപ്പോഴും ആ ഒരു 16 സെക്കൻഡ് നിമിഷത്തേക്ക് നമ്മളെ കണ്ണിലുണ്ടാവും. 1/16 സെക്കൻഡ് സമയത്തേക്ക്. ഓക്കെ, ദിസ് ഫിനോമിന ഈസ് കോൾഡ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ കണ്ട വിഷനെ, അതായത് നിലനിൽക്കുക എത്ര സമയത്തേക്ക്, 0.0625 സെക്കൻഡിലേക്ക് നിലനിൽക്കുന്നതിനെയാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരമായിട്ട് നിലനിൽക്കുക. നമ്മൾ കണ്ടൊരു കാഴ്ച നിലനിൽക്കുക എത്ര സമയത്തേക്ക്? 0.0625 സെക്കൻഡിലേക്ക്. ഓക്കെ, ഇഫ് മോർ ദാൻ വൺ സീൻ ഈസ് വ്യൂഡ് വിത്തിൻ 0.0625 സെക്കൻഡ്, the effect of all these scenes will be felt by the eyes simultaneously. അതായത് 0.0625 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാടധികം ഇമേജസുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെ മൊത്തത്തിലുള്ള കൂടിക്കലർന്നിട്ടുള്ള ഒരു വിഷനായിരിക്കും നമ്മൾക്ക് കണ്ണിൽ തോന്നുക എന്നുള്ളതാണ്. അതാണ് ഈ ഒരു ന്യൂട്ടൺസ് കളർ ഡിസ്കിൽ നമ്മൾക്ക് അനുഭവപ്പെടുന്നത്. നമ്മൾ ഒരു സെക്കൻഡിൽ ഒരുപാടധികം ഒരു സെക്കൻഡിൻ്റെ, അതായത് 1/16 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഒരുപാടധികം കളേഴ്സ് നമ്മൾ കാണുകയാണ്. അപ്പോൾ അത് കറക്കുമ്പോൾ ഒരുപാടധികം കളേഴ്സ് നമ്മളുടെ കണ്ണിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അതെല്ലാം കൂടി ചേർന്നിട്ട് നമ്മൾക്കറിയാം വിബ്ജിയോർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വിബ്ജിയോർ ഉണ്ടാവുന്നത്, പലതരത്തിലുള്ള കളർ ഉണ്ടാവുന്നത്. അപ്പോൾ നേരെ തിരിച്ച് തന്നെ എന്താണ്, ഇത്തരം പല കളേഴ്സുകൾ കൂടി ചേർന്നാൽ ഒരു വൈറ്റ് ലൈറ്റ് നമ്മൾക്ക് കിട്ടേണ്ടതാണ്. അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത് കേട്ടോ. അതാണ് ന്യൂട്ടൺസ് കളർ ഡിസ്ക് എന്ന് പറയുന്നത്. In which color does the disc appears when rotated fast? White light കേട്ടോ. Give reason. The disc appears white since all the rays of light from the 7 colors reach the retina of the eye within 0.0625 second. അതായത് 1/16 second. The disc appeared white due to persistence of vision. ഇതാണ് അതിൻ്റെ കാരണം. The disc appeared white due to persistence of vision. Okay. എക്സാമ്പിൾസ് ഓഫ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? എ ടോർച്ച് റൊട്ടേറ്റ് റാപ്പിഡ്ലി അപ്പിയേഴ്സ് ആസ് എൻ ഇലുമിനേറ്റഡ് സർക്കിൾ. നിങ്ങളുടെ വീട്ടിലൊരു ടോർച്ച് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സ്പീഡിൽ ഇങ്ങനെ ലൈറ്റ് അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ അതൊരു സർക്കിളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. അതേപോലെ രണ്ടാമത്തേതെന്ന് പറയുന്നത് റെയിൻ ഡ്രോപ്സ് ലുക്ക് ലൈക്ക് ഗ്ലാസ് റോഡ്സ് ഡ്യൂറിങ് റെയിൻ. അതായത് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ റെയിൻ ഡ്രോപ്സ് ആയിട്ടാണെങ്കിൽ മേലെ താഴേക്ക് ഇങ്ങനെ ഒരു നൂല് പോലെയാണ് നമ്മൾക്ക് തോന്നുന്നത് അല്ലേ, ഒരു ഗ്ലാസ് റോഡ് പോലെയാണ് നമ്മൾക്ക് തോന്നുന്നത്. അതും ഈ ഒരു പെർസിസ്റ്റൻസ് ഓഫ് വിഷനെ കൊണ്ട് ഉണ്ടാവുന്നതാണ്. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കാറ്ററിംഗ് ഈസ് ദ ചേഞ്ച് ഇൻ ഡിറക്ഷൻ ബ്രോട്ട് ഔട്ട് ബൈ ദ ഇറഗുലർ ആൻഡ് പാർഷ്യൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് ഹിറ്റ്സ് ദ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം. ഇവിടെ എയർ ആണ് കേട്ടോ മീഡിയം. നമ്മൾ വായുവിലൊക്കെ ചെറിയ ചെറിയ കണികകൾ ഉണ്ടാവും, അതായത് എയർ മോളിക്യൂൾസും എയറോസോൾസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള പാർട്ടിക്കിൾസിൻ്റെ മേലെ ലൈറ്റ് പോയിട്ട് തട്ടിയാൽ അതിൻ്റെ സ്കാറ്ററിങ് ഈസ് ദി ചേഞ്ച് ഇൻ ഡിറക്ഷൻ ബ്രോട്ട് ഔട്ട് ബൈ ദി ഇറഗുലർ ആൻഡ് പാർഷ്യൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഇറഗുലർ ആയിട്ടുള്ളതും അതേപോലെ തന്നെ പാർഷ്യൽ ആയിട്ടുള്ള റിഫ്ലക്ഷനും കൊണ്ടും ലൈറ്റ് വെൻ ഇറ്റ് ഹിറ്റ്സ് ദ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം. ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾസിനെ പോയിട്ട് ഇടിക്കുമ്പോൾ ആ ഒരു ലൈറ്റ് റേക്ക് ഒരു ഇറഗുലർ ആയിട്ടുള്ളതും അതേപോലെ തന്നെ പാർഷ്യൽ ആയിട്ടും നടക്കുന്ന റിഫ്ലക്ഷനെ കൊണ്ടും ഉണ്ടാകുന്നത് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്കാറ്ററിംഗ് ഈസ് ദ ചേഞ്ച് ഇൻ ഡിറക്ഷൻ ബ്രോഡ്. ഈ ഒരു ലൈറ്റിൻ്റെ ഡയറക്ഷനിൽ ചേഞ്ച് വരികയാണ്. എന്തുകൊണ്ടാണ്? ബ്രോട്ട് ഔട്ട് ബൈ ദി ഇറഗുലർ ആൻഡ് പാർഷ്യൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഒരു ലൈറ്റിൻ്റെ ഇറഗുലർ ആയിട്ടുള്ളതും പാർഷ്യൽ ആയിട്ടുള്ള റിഫ്ലക്ഷനെ കൊണ്ട് ഈ ഒരു ലൈറ്റ് റെയിലിൻ്റെ ഡയറക്ഷനിൽ ചേഞ്ച് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു മീഡിയത്തിൽ, ആ ഒരു ലൈറ്റ് കടന്നു പോകുന്ന ഏത് മീഡിയത്തിലാണോ അതിലുള്ള പാർട്ടിക്കിൾസിൻ്റെ മുകളിൽ പോയിട്ട്, സ്മോൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ മുകളിൽ പോയിട്ട് തട്ടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇറഗുലർ ആയിട്ടുള്ള പാർഷ്യൽ ആയിട്ടുള്ള റിഫ്ലക്ഷൻ സംഭവിക്കുകയും ഇതിൻ്റെ ലൈറ്റിൻ്റെ ഡയറക്ഷനിൽ ചെറിയ ചേഞ്ചുകൾ വരികയും ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്.
Relation between wavelength of color and scattering. Colors like violet, indigo and blue have the smallest wavelength in sunlight. They undergo maximum scattering. അതായത് ചെറിയ വേവ് ലെങ്ത് ഉള്ള സഞ്ചരിക്കാൻ ഒരുപാട് ദൂരം ഒന്നും സഞ്ചരിക്കാൻ പറ്റാത്തത്രയുള്ള ചെറിയ വേവ് ലെങ്ത് ഉള്ള ലൈറ്റുകളായ കളേഴ്സായ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ സ്കാറ്ററിങ്ങിന് വിധേയമാകുന്നത്. റെഡ് ഹാസ് കമ്പാരിറ്റീവ്ലി ഗ്രേറ്റർ വേവ് ലെങ്ത്. റെഡിന് വളരെയധികം സ്പീഡുള്ള ഒരു വേവ് ലെങ്ത് ആണുള്ളത്. അപ്പോൾ അതിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ ചെറിയ കണികളിലൊക്കെ പോയിട്ട് തട്ടിയാലും അതിന് ഒരു മാറ്റവും സംഭവിക്കുകയില്ല. അതുകൊണ്ടാണ് റെഡ് നമ്മളൊരു സിഗ്നലായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. Red has comparatively greater wavelength and it can overcome small obstacle and hence scattering is low. As a result they travel greater distance. അതുകൊണ്ടാണ് ഈ ലൈറ്റൊക്കെ നമ്മൾ എന്താണ് റെഡ് ലൈറ്റ് സിഗ്നലിന് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ നഗരപ്രദേശങ്ങളിലൊക്കെ ഒരുപാടധികം എയറോസോൾ മോളിക്യൂൾസ്, ഈ പുകപടലങ്ങളെ കൊണ്ടൊക്കെ എയറോസോൾ മോളിക്യൂൾസ് നമ്മളെ വായുവിൽ ഒരുപാടുണ്ടാവും. അപ്പോൾ അതിലൊക്കെ തട്ടിയിട്ട് സ്കാറ്ററിങ് നടന്നാൽ എന്താണ്, നമ്മൾക്ക് മറ്റ് ലൈറ്റുകളൊന്നും പെട്ടെന്ന് ദൂരെ നിന്ന് കാണാൻ സാധിക്കില്ല. പക്ഷേ റെഡ് ലൈറ്റ് ആണെങ്കിൽ അതിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ചെറിയ എയറോസോൾ മോളിക്യൂളിലൊന്നും പോയി തട്ടിയാൽ അതിൽ സ്കാറ്ററിങ് സംഭവിക്കുകയില്ല. അതുകൊണ്ടാണ് റെഡ് ലൈറ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. Rate of scattering and the size of the particle are interrelated. As the size of the particle increases, the rate of scattering also increases. അതായത് പാർട്ടിക്കിളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്, സ്കാറ്ററിങ്ങും ഇൻക്രീസ് ചെയ്യും. ഇഫ് ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, അതായത് റെഡ് ലൈറ്റ് ആയിക്കോട്ടെ ഏത് ലൈറ്റ് ആയിക്കോട്ടെ അതിൻ്റെ വേവ് ലെങ്ത്തിനെക്കാട്ടിലും കൂടുതലാണ് ഈ ഒരു മോളിക്യൂൾസിൻ്റെ ഈ ഒരു പാർട്ടിക്കിൾസിൻ്റെ സൈസ് എങ്കിൽ എന്താണ് അവിടെ സ്കാറ്ററിങ് കൂടുതലായിട്ട് സംഭവിക്കുകയും എല്ലാ ലൈറ്റ് കളേഴ്സിനും സ്കാറ്ററിങ് ഈക്വലായിട്ട് സംഭവിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുകയാണ്. ഇത് നന്നായിട്ട് കേട്ട് പഠിക്കെങ്കിൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ആൻസേഴ്സ് ഒക്കെ എഴുതാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതുമാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ആൻഡ് റംദാൻ. ഓക്കെ.